ഹായ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ അന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള കറി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കറി ഉച്ചക്ക് മാത്രമൊന്നുമല്ല, നാളെയും കൂട്ടാം, ഇന്നും കൂട്ടാം, മറ്റന്നേയും കൂട്ടാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീരയാണ് കറി കേട്ടോ. അതിലെ രാജാവ്, ചീരക്കറിയിലെ രാജാവ് മുരിങ്ങക്കോലാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇതാണ് ചീര. ഇതില് നമ്മളെ നാട്ടിലെ ചെറിയ ചീര എന്ന് പറയും, വെള്ളച്ചീര. അതുപോലെ ഈ കിണറ്റിന്റെ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടാവും പരിപ്പ് ചീര, ഇങ്ങനെ വട്ടത്തിലില അതുണ്ട്. മുരിങ്ങന്റെ കോലുണ്ട്, 3 മുരിങ്ങക്കോലത്തെ നീളമുണ്ട്. പച്ചമുളകുണ്ട്, ഒരു 4-5 പച്ചമുളകുണ്ട്. പരിപ്പുണ്ട്, ചുവന്ന പരിപ്പാണ്. അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. നമ്മളെ ചുവന്ന ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ജൈത്തൂൻ്റെ ഓയിൽ കൊണ്ട് കടുക് പൊട്ടിക്കും. അത് കടുക് ഇവിടെ ഉണ്ട്. പിന്നെ ഈ സാധനം വെച്ച് നല്ലൊരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് ഉള്ളി, തക്കാളി, പരിപ്പും കൂടി ഒന്ന് വേവിക്കും. കുറച്ച് കഴിഞ്ഞാൽ പരിപ്പിൻ്റെ ഇല ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിൻ്റെ സംഭവം തന്നെ വിസിലിട്ടില്ല, കിച്ച് 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 ആ സാധനം കൊണ്ടുവന്നില്ല, മറന്നുപോയി. അപ്പോൾ ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ മുമ്പ് പറയുന്നു, നിങ്ങൾക്ക് ഇന്ത്യയിൽ കൂടുതലായിട്ട് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. ഞാൻ ഈ മരുഭൂമിൻ്റെ പക്കത്താണ്. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാരെ കാണി കുറേ ദൂരം പോകണം, ഒരുപാട് ദൂരം പോകണം. ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ വേറെ ആവശ്യത്തിന് ഇട്ടതാണ്. അപ്പോൾ എന്നതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് നല്ലോണം അറിയാം. എന്നിരുന്നാലും എൻ്റെ ഒരു രീതിയിലാണ് പരിപാടി. സംഭവം എങ്ങനെയൊക്കെയാണ്, ഉള്ളി വാട്ടൽ അതൊന്നും വേണ്ട. നമ്മൾ തട്ടിക്കൂട്ടാണ് കറി, മിസ്കിൻ കറി എന്നൊക്കെ പറയും. അതായത് അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. സവോള അല്ലേ, ചെറിയ ചുവന്ന സാധനം, ചെറിയ ഉള്ളി, അങ്ങനത്തെ സാധനം ഇട്ടു. അതിൻ്റെ മേലെ നമ്മൾ ഇടാൻ പോകുന്നത് ഈ സാധനം, ലാസ്റ്റ് ഇടാൻ പാടില്ലാത്ത സാധനം അല്ലേ, അത് ഇട്ടു കേട്ടോ. അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് ഈ സാധനം, കഴുകി വെച്ച പരിപ്പ്. അപ്പൊ അതെങ്ങനെ ഇടാണ് കേട്ടോ, അതങ്ങനെ ഇടുകയാണ്. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയുന്നത്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം. അതൊരു കൊച്ചു വീഡിയോ ആണ്, ബേജാറാകൊന്നും വേണ്ട. അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. വെള്ളമൊക്കെ കമ്മി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമ്മളെ പരിപ്പ്, തക്കാളി, സവോള ഇട്ടു. ഒരു വലിയ ഒരു 5-6 പച്ചമുളക് ഉണ്ട് കേട്ടോ. ഈ പച്ചമുളക് നമ്മളെ ഇവരുടെ സൗദികൾ പറയും ഹിന്ദിപ്പുരം പച്ചമുളകിന്റെ ആൾക്കാരാണ്, ഏജിന്റെ ആൾക്കാർ. അപ്പോൾ കണ്ടില്ലേ, അത് ഇട്ടു കേട്ടോ. അതിന്റെ കൂടെ നമ്മളെ മറ്റേ ഇത് കുറച്ച് ഇല്ല, അല്ലെങ്കിൽ ഇത് കിട്ടൂല. പിന്നെ 3 മുരിങ്ങാക്കോല്. ഈ മുരിങ്ങാക്കോല് എന്ന് പറഞ്ഞാൽ നല്ല സാധനമാണ്, മുന്താണി മുടിച്ചാണ്. അപ്പോൾ ഇതിന്റെ ഇല, തോല്, വേര് ഇതൊക്കെ നല്ലതാണ്. ഞങ്ങളിവിടെ തിളപ്പിച്ച് കുടിക്കുന്ന ഒരു സാധനമാണ് മുരിങ്ങാക്കോല്. ഈ മുരിങ്ങാക്കോലിന്റെ ഇലയാണ് നമ്മൾ ടിന്നിലാക്കി വെച്ചിരിക്കുന്നത്. മുരിങ്ങാക്കോലിന്റെ ഇല നമ്മൾ ടിന്നിലാക്കി ചായ ഉണ്ടാക്കി കുടിക്കുന്ന സാധനമാണ്. ഇത് കാര്യമാണല്ലോ. അപ്പൊ അത് കഴിഞ്ഞു കേട്ടോ. ഇതും കഴിഞ്ഞോ? ഉണ്ട്. മുരിങ്ങന്റെ ഇലയാണത്, ഉണക്കിയിട്ട് പൊടിച്ചിട്ടില്ല, നല്ല ഉണങ്ങിക്കണം. കാണുന്നുണ്ടോ? ഇത് നമ്മളിങ്ങനെ ഉണക്കിയിട്ട് ഇഷ്ടംപോലെ ഡപ്പിയാക്കി വെക്കും. പക്ഷെ ആ ഡപ്പി കഴിഞ്ഞിരിക്കണം, വയലിഞ്ഞ് നടക്കണം. അപ്പൊ നമുക്കൊരു 40 മരം ഉണ്ട്. ഈ 40 മരം വേറെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് സാധനം അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാല്, ഇത് തിളപ്പിച്ച് കുടിച്ചാല് കൊളസ്ട്രോൾ, ഷുഗർ ഒക്കെ പഴുപ്പ് പോയിനു. അപ്പൊ ഇതൊരു കുക്കറാണ്, ചീനക്കാരുണ്ടാക്കിയതാണ്. ഇതിങ്ങനെ അടിക്കും. പിന്നെ ഈ വെള്ളം കുടിച്ചാല് ഷുഗർ, കണ്ണിന് നല്ലൊരു കുളിർമട്ട് കിട്ടും. കാഴ്ചക്കൊക്കെ പച്ച ഇല തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ്. കട്ടിപ്പോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്തു നോക്കേണ്ടി. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഡപ്പിയിലാക്കി വെക്കലാണ്, വലിയ വലിയ ഡപ്പിയിലൊക്കെ. അപ്പൊ ഇവിടെ അടിയിലൊക്കെ ഉണ്ട്, ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്. പക്ഷെ അതെടുത്തപ്പോൾ കുറേ സാധനങ്ങൾ കഴിഞ്ഞോടോ. അപ്പൊ ഏതായാലും നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ ഉണക്കി വെക്കലാണ്.
നമ്മളിങ്ങനെ പറിച്ചിട്ട് വരും. ഇങ്ങനെ ഞാൻ സാധാരണ അങ്ങനെ കൂട്ടിയിടാൻ പാടില്ല. കൂട്ടിയിട്ടാൽ എന്താ നാളെ വന്നാൽ അതിങ്ങനെ കുറഞ്ഞ ഒക്കെ ചാടും. അപ്പോൾ ഒരു വേവിച്ചുണ്ടാവും. അതിങ്ങനെ പരത്തിയിട്ടിട്ട് ഉണങ്ങണം, അതാണ് നല്ലത്. നമുക്ക് പച്ചലയിലും കുടിക്കാം കേട്ടോ. പച്ചലയിൽ കുടിച്ചാൽ നല്ല ടേസ്റ്റാണ്, കട്ടിപ്പൊന്നും ഉണ്ടാവില്ല. ഒരു ഇങ്ങനെ ഒരു ബാരൽ പിടിച്ചിട്ട് വരിക, അങ്ങനെ വലിയൊരു വെള്ളത്തിൽ തിളപ്പിച്ചു ഒരു 5-6 ഗ്ലാസ് അങ്ങനെ കുടിച്ചാൽ മതി. പച്ചവെള്ളം കുടിക്കുന്നതിലേറെ നല്ലതാണ്. കൊളസ്ട്രോൾ, ഷുഗർ ഇതൊക്കെ നിയന്ത്രിക്കും. കണ്ണിന് കാഴ്ചക്ക് നല്ല സുഖമാണ്. അപ്പം നമ്മൾ പറഞ്ഞ് വലിച്ചു കിട്ടി കൊണ്ടുപോകണില്ല. നമ്മളെ കറി ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ആദ്യം കണ്ട പോലെ. അപ്പോൾ നമ്മൾ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് വരുന്നുണ്ട്, പെട്ടെന്ന് വരുന്നുണ്ട്. വെള്ളം തിളച്ചെടുക്കണേ. അപ്പോ ചങ്കളെ, പ്രിയമുള്ള ചങ്കളെ, വെളുത്തുള്ളി ഇല്ല, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാതെ ആയിപ്പോയി. മരുഭൂമി ആയതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ വേറെ കാര്യം പറയുന്നത് എന്തറിയോ, ഭയങ്കര ചൂടായതുകൊണ്ടേ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഫോൺ വെക്കല്. ഫ്രീസർ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വൈഫൈ വരുന്നത്. അപ്പോൾ ഇത് ഓഫ് ആകുമ്പോൾ വേഗം അത് കൊണ്ട് വെക്കും. അങ്ങനെയാണ് പരിപാടി. നമ്മൾ പിന്നെ നല്ല ചൂടാകുമ്പോൾ തല അതിൻ്റെ ഉള്ളിൽ വെക്കല, നല്ല സുഖ. അപ്പോ ഇവിടെ പിന്നെ ആൾക്കാരൊക്കെ വല്ലാതെ വരാത്തോണ്ട് ഇറച്ചിയൊന്നുമില്ല, അതുകൊണ്ട് ഇത് കാലിയാ, നമ്മളെ കാര്യങ്ങൾ നടക്കാം. അപ്പൊ പ്രിയമുള്ള ചങ്കളോട് പറയുന്നത് എന്താണ്, പരിപ്പ്, തക്കാളി, ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുപോയി. ഇനി അതിക്ക് വേണ്ടത് 2 വെളുത്തുള്ളിന്റെ ഇല്ലി ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പൊ അതോടുകൂടി നമ്മളെ കറി റെഡി, പെട്ടെന്നാവും. അപ്പൊ എല്ലാരും നിങ്ങൾക്ക് ഇന്നിൽ കൂടുതൽ അറിയാമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കണേ. നമ്മളെ രീതിയിലാണ്, ഇലക്കറിയാണ്, പൊടിയൊന്നും ഇടൂല. പിന്നെ ഇതില് മഞ്ഞപ്പൊടി ഉണ്ട്, ഇടണം. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല, മഞ്ഞപ്പൊടി ഇല്ല ഇവിടെ. കാരണം ഇവിടെ ഇവര് കൂട്ടൂല. പിന്നെ ഇവിടെ ആൾക്കാർ വരവ് മാറ്റിയിട്ട് കുറെ കാലമായി, ഇപ്പോ കൊല്ലക്കണക്കിനയക്കണം. അപ്പൊ ചങ്കളോട് പറയുന്നു, വീണ്ടും സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക് ഒക്കെ ചെയ്യാം, ആദ്യമായിട്ട് അതിന് കാണുന്ന ആൾക്കാർ. അപ്പോൾ ഇനി നമ്മൾ അതിലിടാൻ പോകുന്നത് ഇലയാണ് കേട്ടോ. ചെറിയ ഇല ഉണ്ട്, ചെറിയ ചീരയാണ് കേട്ടോ, ചെറിയ ചീര. പിന്നെ മുരിങ്ങാക്കോല് ഇവിടെ കിടക്കണം. പച്ചമുളകൊക്കെ ഇട്ടുപോയി. അപ്പൊ ഞാനിതൊന്ന് കഴുകിയിട്ട് ഇതും കൂടി ഒന്ന് അതിലിട്ടോ കേട്ടോ. അപ്പൊ ചങ്കള നമ്മൾ ഇല ഇടാൻ പോവാണ്, കണ്ടില്ലേ, നല്ല ചെറുതാക്കി അരിഞ്ഞിക്കണ്. അപ്പൊ അത് ഇതിലേക്ക് ഇടാൻ പോവാണ്. നമ്മളെ കറി ഇതാണ്, തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് ഇട്ട ഉടനെ ഒന്ന് അങ്ങോട്ടും കൂടെ ആക്കിയാൽ മതി, അപ്പോ പെട്ടെന്ന്. അപ്പൊ ഞാൻ അതിൽ ഇടാൻ പോവാണ് കേട്ടോ. ബിസ്മില്ലാഹ്. കറി ഇല മേലൊക്കെ പൊന്തി വരുന്നുണ്ട്, ഇട്ടാണ്ട് അമരുത്. അപ്പൊ പ്രിയമുള്ള ചങ്കളെ, ഇതാണ് കറി ട്ടോ, ഒരു ഡർ കറിയാണ്. അപ്പൊ ഇതില് കുറച്ച് മഞ്ഞപ്പൊടി ഇടേണ്ടതാ, അതുപോലെ ഇല്ലാത്തോണ്ട് ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. അപ്പൊ സംഭവം റെഡിയായി. ഇനിയിപ്പൊ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. അപ്പൊ വീണ്ടും പറയുന്ന നിങ്ങളൊക്കെ നമ്മളിലേറെ അറിയാം, എന്നിരുന്നാലും എന്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കി എന്ന് മാത്രം. അപ്പോ പ്രിയമുള്ള ചങ്കരോട് വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അറിയും, അത് വേറെ കാര്യം. പിന്നെ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് മാറ്റുക. അപ്പൊ നമ്മള് എന്താ കൊച്ച ഉണ്ടാക്കണേ, ഇത് പച്ചക്കളറായിട്ടുണ്ടാവും. ഒരു മഞ്ഞപ്പൊടി ഇടണതിന് ഒരു 5 മിനിറ്റ് തിളക്കണത്. ഒരു 5 മിനിറ്റ് തിളച്ചാൽ ഇത് റെഡിയാവും. അപ്പൊ ചങ്കള നമ്മളെ കറി റെഡി ഇട്ടോ. അതാ ഫുൾ ഇലയാണ്, ഇലക്കറിയാണ്, കറി റെഡി. അപ്പൊ നമ്മളെ ഇലക്കറി റെഡി. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. നമ്മൾ കാര്യം പറയാനുള്ളത് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോയുമായി വരുമ്പോൾ എല്ലാവരോടും ബൈ ബൈ, എല്ലാവരോടും സ്നേഹം.